ആ ഒരു പ്രോസസ്സിൻ്റെ മധ്യയാണ് ഇപ്പോഴിതാ അവശേഷിക്കുന്ന ജനകീയനായ നേതാവ് അകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തെ അകത്തിട്ട് തന്നെ വകവരുത്തി എന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ വരുന്നത്. അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കാബൂളിൽ നിന്ന്. പാകിസ്ഥാനിൽ ഒരു ജനകീയ നേതാവ്, പ്രത്യേകിച്ച് ഇമ്രാൻഖാനെ പോലെ ഒരു നേതാവ് ഉയർന്നു വരുന്നതും ജനഹൃദയങ്ങളിൽ വലിയ ചിരപ്രതിഷ്ഠ നേടുന്നതും അമേരിക്കയ്ക്ക് അപകടമാണ്. അതുകൊണ്ടാണ് ഇമ്രാൻഖാനെ പുറത്താക്കിയത്. യഥാർത്ഥത്തിൽ ഡി ഫാക്ടോ അമേരിക്കയാണ്. ഇമ്രാൻഖാൻ യഥാർത്ഥത്തിൽ വധിക്കപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് ജനകീയ പ്രക്ഷോഭം എന്നത് അസസ് ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഒരു നീക്കമായിക്കൂടായികയില്ല. ഇതൊരു റിഹേഴ്സലാകാം. അഫ്ഗാനിസ്ഥാനെ ഇതിലൊക്കെ പ്രേരിപ്പിക്കുന്നത് ഭാരതമാണെന്നാണ് ഇപ്പോഴത്തെ കരക്കമ്പി സംസാരം. അതിനൊട്ടൊക്കെ സത്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ? 2 ദിവസം ലോകം ചോദിച്ച ചോദ്യമാണിത്. പാകിസ്ഥാൻ മാത്രമല്ല. കാരണം ഇമ്രാൻഖാൻ അത്രമേൽ പ്രസിദ്ധനാണ്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ലോകകപ്പ് പോലും നേടിയിട്ടുണ്ട്. അതിനുശേഷം പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ ക്യാപ്റ്റനുമായി അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ഏറെ നാളായി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന റൂമേഴ്സ് പടർന്നു. അതിനുശേഷം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പാക് അധികൃതർ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളില്ലേ എന്ന സംശയം ബലപ്പെടുകയാണ്. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇമ്രാൻഖാൻ നമുക്കറിയാം, കായിക ലോകത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. അത് രാജ്യത്തിൻ്റെ അതിർത്തികളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം എല്ലായിടത്തേക്കും വന്നു. ഈവൻ ഇന്ത്യയിൽ പോലും അതുണ്ടായിരുന്നു. ആ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാകുന്നത് വലിയ സ്വപ്നങ്ങളുമായാണ്. അദ്ദേഹം ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു. രാജ്യത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഉയരുന്ന വേളയിലാണ്, അല്ലെങ്കിൽ കൂടുതൽ ഉയരേക്ക് അദ്ദേഹം പോകുന്ന സമയത്താണ് അദ്ദേഹം ജയിലിലാകുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പാകിസ്ഥാൻ? അല്ലെങ്കിൽ എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട്? പാകിസ്ഥാൻ ഒരു പരിവർത്തനത്തിൻ്റെ നാളുകളിലാണ്. ഒരു വശത്ത് ജനം ഒരു രാഷ്ട്രീയ പ്രക്രിയ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായി നിലവിൽ ഏറ്റവും ജനകീയനായ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാവ് ഇമ്രാൻഖാൻ തന്നെയാണ്. അതെ, ഇപ്പോൾ പഞ്ചാബിൻ്റെ മാത്രം ഒരു നേതാവാണ് ഷഹബാസ് ഷെറീഫ്. അദ്ദേഹത്തിൻ്റെ ബ്രദർ, നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയും നവാസ് ഷെറീഫും ഷഹബാസ് ഷെറീഫും എല്ലാം പഞ്ചാബി ഒരു ഫെയ്സാണ്. ഇമ്രാൻഖാൻ ഖൈബർ പഖ്തൂൺഖയുടെ പത്താൻമാരുടെ നേതാവ് എന്ന നിലയിൽ നിന്നും ക്രിക്കറ്റ് ഒരു സ്വാധീനമുണ്ട്. അത് പാൻ പാകിസ്ഥാനാണ്, അതായത് ഇൻ്റർനാഷണലാണ് ആ സ്വാധീനം. അത് മാറ്റി നിർത്തിയാൽ തൻ്റെ പ്രദേശത്തിൻ്റെ ഒരു നേതാവ് എന്നതിൽ നിന്നും ചെറിയ നിലയിൽ തുടങ്ങിയ പാർട്ടി PTI, പാക് തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി വളർന്ന് പന്തലിക്കുകയാണ് മറ്റിടങ്ങളിലേക്ക്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ കൊയ്യുന്നു, അധികാരത്തിൽ വരുന്നു. ആർമിയുടെ കൂടെ സ്വാധീനം കൊണ്ടാണ് ഇമ്രാൻഖാൻ അധികാരത്തിൽ വന്നത്. കാരണം ആർമിയെ പിണക്കിക്കൊണ്ട് ആർക്കും അധികാരത്തിൽ വരികയോ നിലനിൽക്കാനോ കഴിയില്ല. അപ്പം പാക് ആർമി അതൊരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. നമ്മൾ തമാശക്കെങ്കിലും എപ്പോഴും ഫേമസ്ലി സെഡ് ഒരു ഖൗട്ടാണ്, എവറി കൺട്രി ഹാസ് എൻ ആർമി, പക്ഷേ ആർമി ഹാസ് എ കൺട്രി, ദാറ്റ് ഇസ് കോൾഡ് പാകിസ്ഥാൻ. സൈന്യം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്, പക്ഷേ സൈന്യങ്ങൾക്കൊരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് പാകിസ്ഥാൻ എന്നാകുന്നു എന്ന് പറയുന്നത്. അത്രയ്ക്ക് പ്രബലമാണ് പാകിസ്ഥാനിലെ ഒരു ഒരു സൈനിക സംവിധാനം. അപ്പം സൈന്യത്തിന് അനഭിമതനായ ഇമ്രാൻഖാനെ 2022 അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കേസുകളിൽ കുടുക്കി വിചാരണ ചെയ്തല്ലെങ്കിൽ അവിടെ തന്നെ പാർലമെൻറ്റിൽ തന്നെ, നാഷണൽ അസംബ്ലിയിൽ തന്നെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് അപ്പം പാർലമെൻറ്റ് പിരിച്ചുവിടാനൊരു ശ്രമം നടത്തി. അതെല്ലാം ഒഴിവാക്കി, കോടതിയിലൂടെ ഒഴിവാക്കി അവസാനം അദ്ദേഹത്തെ നിഷ്കാസനാക്കുകയും നിരന്തരം തെരുവിൽ വേട്ടയാടുകയും ചെയ്ത് അവസാനം 2-3 കേസുകളിൽ, തോഷാഖാന ഉൾപ്പെടെയുള്ള 2-3 കേസുകളിൽ കുടുക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. തടവിലാക്കുക മാത്രമല്ല, രാഷ്ട്രീയ പ്രക്രിയയിൽ ഇമ്രാൻഖാനും പാർട്ടിയും പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് 5 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ 3 വർഷത്തേക്ക് അദ്ദേഹത്തെ തടവിലുമാക്കുകയാണ്. അതിനർത്ഥം എന്താ? പിന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാൻ ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നടന്നു. എന്നിട്ട് പോലും 2023 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പിന്തുണക്കാർ സ്വതന്ത്രന്മാരായി രംഗപ്രവേശം ചെയ്യുകയാണ്. പാർട്ടി പോലും നിരോധിക്കപ്പെട്ട സ്ഥിതിക്ക്
അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്പർ കിട്ടിയത്. ഓക്കെ. 346 അംഗ നാഷണൽ അസംബ്ലിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 250 പരം സീറ്റുകളിലേക്കാണ്. അവിടെ ഇമ്രാൻഖാൻ പിന്തുണച്ച സ്വതന്ത്രന്മാർക്ക് 101 പരം സീറ്റുകളാണ് ലഭിച്ചത്. അതിൽ തന്നെ പാർട്ടിക്കാരായ ആളുകൾ തന്നെ ഉണ്ട് 96 പേര്. ഓക്കെ. അപ്പോൾ അതിനർത്ഥം നവാസ് ഷെരീഫിൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് ലഭിച്ചത് 75 സീറ്റുകൾ മാത്രമാണ്. ഏതാണ്ട് 56 സീറ്റാണ് ലഭിച്ചത് ബിലാവൽ ഭുട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക്. അപ്പോൾ സിന്ധിൻ്റെ പാർട്ടിയായ പീപ്പിൾസ് പാർട്ടിയും പഞ്ചാബിൻ്റെ പാർട്ടിയായ മുസ്ലിം ലീഗും ചേർന്ന് ഒരുപക്ഷേ ഈ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സ്വതന്ത്രന്മാരെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി. അങ്ങനെ തട്ടിക്കൂട്ടിയെടുത്ത ഒരു പവർ ഷെയറിംഗ് ഫോർമുലയിൽ തട്ടിക്കൂട്ടിയെടുത്ത ഭരണകൂടമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്നത്. പ്രധാനമന്ത്രി ഒരു മാപ്പുസാക്ഷിയാണ്. സൈന്യം ഒരു റബ്ബർ സ്റ്റാമ്പായി അവിടെ അവരോധിച്ച ഷഹബാസ് ഷെരീഫ്, അതുപോലെ അദ്ദേഹം പഞ്ചാബിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അതുപോലെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ബെനസർ ഭുട്ടോയുടെ ഭർത്താവ് ആസിഫ് അലി സർദാറി, അതായത് ബിലാവൽ ഭുട്ടോ എന്ന നേതാവിൻ്റെ പിതാവ് ആസിഫ് അലി സർദാറി ഔപചാരികമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ഇപ്പോഴാ പ്രസിഡന്റിന് പോലും അധികാരങ്ങളില്ലാത്ത ഒരവസ്ഥ. സർവ്വസൈന്യാധിപൻ ഇന്ത്യയിൽ പ്രസിഡൻ്റാണ് അല്ലേ. സിവിലിയൻ കൺട്രോൾ ഓവർ ആർമി, അതാണ് കര വ്യോമ നാവിക സേനകളുടെ എല്ലാം തന്നെ തലപ്പത്ത് യഥാർത്ഥത്തിലുള്ള സിവിലിയൻ കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും അതുണ്ട്. പാകിസ്ഥാനിൽ ഇന്ന് 27ാം ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ പദവി എടുത്തങ്ങ് മാറ്റുകയാണ്. പ്രസിഡന്റ് അല്ല, ഇനിയിപ്പോൾ അസിം മുനീർ എന്ന ഫീൽഡ് മാർഷൽ അല്ലെങ്കിൽ മിലിറ്ററി ജനറൽ ആയിരിക്കും സർവ്വസൈന്യാധിപൻ. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും പാകിസ്ഥാനെ പതിയെ ഒരു സെമി മിലിറ്ററി ജുൻറ്റായിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു പ്രോസസ്സിൻ്റെ മധ്യയാണ് ഇപ്പോഴിതാ അവശേഷിക്കുന്ന ജനകീയനായ നേതാവ് അകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തെ അകത്തിട്ട് തന്നെ വകവരുത്തി എന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ വരുന്നത്. അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കാബൂളിൽ നിന്നാണ്. അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറപ്പെടുന്ന അഫ്ഗാൻ ടൈംസ് പത്രമാണ് ഈ വാർത്ത എന്ന രൂപത്തിലല്ല, ഒരു റൂമറാണ്. അത് കുറച്ചുകൂടി സ്ഥിരീകരിക്കാവുന്ന രീതിയിൽ കൊണ്ടുവരുന്നതും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും സൈബർ പോരാളികൾ അത് ഏറ്റെടുത്തു. സൈബർ സ്പേസിൽ വലിയ ഓൺലൈൻ മീഡിയയിലൊക്കെ വൻപൻ ചർച്ചകളായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യവും ജയിലധികൃതരും. അപ്പോൾ ഈ അഡ്യാല എന്ന് പറയുന്ന അഡ്യാല ജയിൽ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയുടെ പ്രാന്തപ്രദേശത്താണ്. നമുക്കറിയാം പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രം ഇസ്ലാമാബാദാണ്, ക്യാപിറ്റൽ. പക്ഷേ റാവൽപിണ്ടിയാണ് യഥാർത്ഥ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ താവളം റാവൽപിണ്ടിയാണ്. അപ്പോൾ റാവൽപിണ്ടിയിലാണ് തന്ത്രപ്രധാനമായ പല ഓപ്പറേഷൻസിൻ്റെയും ആസ്ഥാനം. അവിടെയാണ് ഇമ്രാൻഖാനെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്നത്. 3 സഹോദരിമാർ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച ദിവസം ഇമ്രാൻഖാനെ കാണാനും സംസാരിക്കാനും കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ കോടതി അനുവാദം കഴിഞ്ഞ 6 ആഴ്ചയായി പാലിക്കാൻ സാധിച്ചിട്ടില്ല. ഇമ്രാൻഖാനെ ആരെയും കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 22 ദിവസമായി പുറത്തു നിന്നുള്ള ഒരു സന്ദർശകരെയും അകത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. ഈ ഖൈബർ പഖ്തൂൺഖ, അത് പത്താൻമാർക്ക് മേധാവിത്വമുള്ള പ്രദേശമാണല്ലോ ഇമ്രാൻഖാൻ കടന്നു വരുന്ന പ്രദേശം, പെഷവാർ പ്രദേശം. അവിടെയുള്ള മുഖ്യമന്ത്രി, ഖൈബർ പഖ്തൂൺഖയുടെ മുഖ്യമന്ത്രി അഫ്രീദി ഇമ്രാൻഖാനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ പോലും കടത്തി വിടാതെ ഇരിക്കുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം അവശ നിലയിലാണ്, ദുർബലനാണ്, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അകത്തിട്ട് തന്നെ തട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു റൂമർ പോവുകയാണ്. അവിടുത്തെ ജയിൽ മേധാവിയും ഒരു കേണലും കൂടെ ചേർന്ന് ഇമ്രാൻഖാനെ വകവരുത്തി ഒരു വ്യാജ വീഡിയോ കൂടെ പ്രചരിപ്പിക്കുകയാണ്. എന്താണ്? ഇമ്രാൻഖാനെ 2022 അദ്ദേഹത്തിനെതിരെ വധശ്രമം നടന്നു. അദ്ദേഹത്തെ ഒരു ആംബുലൻസിൽ, ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ചിത്രങ്ങൾ നമ്മളെല്ലാം കണ്ടതുമാണ്. ആ ചിത്രങ്ങളുടെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തടവിൽ നിന്നും, അതായത് ജയിലിൽ നിന്നും, അഡിയാല ജയിലിൽ നിന്നും ഇമ്രാൻഖാൻ്റെ ശരീരം മറ്റൊരിടത്തേക്ക് രഹസ്യമായി കൊണ്ടുപോകുന്നു എന്ന മട്ടിൽ വ്യാപകമായ പ്രചരണം അതുണ്ടായിരുന്നു. അണികൾ, PTI അണികൾ, തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ അണികൾ അവിടെ വന്ന് ജയിൽ വളയുകയും വൻപൻ പ്രക്ഷോഭമാണ്. സഹോദരിമാർ പ്രതിഷേധിച്ചു, മുടിയിൽ പിടിച്ചു വലിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു. അതിനെതിരെ ഇപ്പോൾ വേറെ കേസുണ്ട്. ഇപ്പോൾ അവസാനം കേട്ടത് ശ്രീ ലിയോ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ അധികൃതർ, ജയിൽ അധികൃതർ പറഞ്ഞു ഇമ്രാൻഖാൻ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ, സെക്യൂർ ആൻഡ് ഹെൽത്തി ആണ്, നിങ്ങൾക്ക് വന്ന് കാണാം. പക്ഷെ കാണാമെന്ന് പറയുമ്പോഴും എപ്പോൾ എന്ന് പറയുന്നതുമില്ല. അപ്പോൾ ഈ ദുരൂഹത ഇപ്പോൾ നിൽക്കുന്ന പാകിസ്ഥാൻ. അതെ, ഓക്കെ. അപ്പോൾ ഈ
കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് അസിം മുനീർ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്തേക്കും എന്നുള്ള സൂചനകളൊക്കെ തന്നെ വരുന്നത്. അസിം മുനീറിന് ആ പവർ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ടവനായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അസിം മുനീറും ഷഹബാസ് ഷെരീഫും അവിടെ പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പണ്ട് നാടുവാഴിയെ കാണാനെത്തുന്ന പ്രജകളെ പോലെയാണ് പോയത്. അവരുടെ നാടുവാഴി അവിടെയാണെന്ന് ചെറിയൊരു പെട്ടി കയ്യിലുണ്ടാകും. അതെ, കാണിക്കപ്പെട്ടി അല്ലെങ്കിൽ കാഴ്ച വസ്തുവായി കൊണ്ടുപോയത്. അതിനകത്ത് ധാതുക്കളുടെ സാമ്പിൾസ് ആയിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കപ്പെടുന്നതോ പാകിസ്ഥാനിൽ എന്ന ചർച്ച അതുകൊണ്ട് തന്നെ വ്യാപകമാണ്. എക്കാലത്തും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആ പ്രദേശത്ത് പാക് മേഖലയിൽ ഒരു സാന്നിധ്യം അമേരിക്ക ആഗ്രഹിച്ചിരുന്നു. ആ സാന്നിധ്യം ലഭിക്കുകയും ചെയ്തു, ആവോളം ലഭിച്ചിരുന്നു. പക്ഷെ പാകിസ്ഥാൻ ജനതയ്ക്ക് ഈ അമേരിക്ക പ്രേമമൊന്നുമില്ല. അതെ, അവർ റാഡിക്കൽ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ളവർക്ക് ഒരിക്കലും അമേരിക്കയോട് ചേർന്ന് പോകാനാവില്ല. പക്ഷേ ഭരണകൂടം നിയന്ത്രിക്കുന്ന സൈന്യമാണ്. സൈന്യത്തിലൂടെ അമേരിക്ക എക്കാലത്തും പാകിസ്ഥാനിൽ ഒരു ഫുഡ് ഹോൾഡ് ഉറപ്പിച്ചിരുന്നു. ആയുധ കച്ചവടമാകട്ടെ, മറ്റ് സഹായങ്ങളാകട്ടെ, എല്ലാം തന്നെ. അതുകൊണ്ട് ഇപ്പോൾ പക്ഷെ മാറിയ സാഹചര്യം, കഴിഞ്ഞ ഏതാനും വർഷമായി മാറിയ സാഹചര്യത്തിൽ അമേരിക്ക ഇന്ത്യയോട് അടുക്കുന്നു എന്നൊരു ചിന്ത പാകിസ്ഥാൻ വ്യാപകമാണ്. അതൊട്ടൊക്കെ ശരിയുമാണ്. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ ട്രേഡ് വാർ തുടങ്ങിയപ്പോൾ, ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചില യശാപിശകൾ, അതിൽ നിന്നും പാകിസ്ഥാനും അമേരിക്കയും ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു നിലപാട്. അതിന് സൈന്യം, ജനാധിപത്യ പ്രക്രിയ അമേരിക്കയ്ക്ക് അശേഷം വിശ്വാസമില്ല. പാകിസ്ഥാനിൽ ഒരു ജനകീയ നേതാവ്, പ്രത്യേകിച്ച് ഇമ്രാൻഖാനെ പോലെ ഒരു നേതാവ് ഉയർന്നു വരുന്നതും ജനഹൃദയങ്ങളിൽ വലിയ ചിരപ്രതിഷ്ഠ നേടുന്നതും അമേരിക്കയ്ക്ക് അപകടമാണ്. അതുകൊണ്ടാണ് ഇമ്രാൻഖാനെ പുറത്താക്കിയത് യഥാർത്ഥത്തിൽ ഡി ഫാക്ടോ അമേരിക്കയാണ്. അമേരിക്ക പാകിസ്ഥാൻ സൈന്യത്തിന് മുൻ ജനറൽ ബജ്വായ്ക്ക് നിർദ്ദേശം നൽകി, റിമൂവ് ഹിം. അങ്ങനെയാണ് സൈന്യത്തിന് പ്രിയങ്കരനായിരുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പുറത്താകുന്നത് അമേരിക്കയുടെ കൂടി ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇമ്രാൻ അതിശക്തമായി അന്നേരം ജനങ്ങളോട് പറഞ്ഞു, ഞാനൊരു നാൾ അറസ്റ്റിലാകും, ഇതെല്ലാം പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അറസ്റ്റിലാകും, നിങ്ങളോട് പറയാൻ ഞാനുണ്ടാവില്ല, ഒരുപക്ഷെ ജീവനോടെ ഉണ്ടാവില്ല, അവരെന്നെ തട്ടിക്കളയും, ഇതിന് പിന്നിൽ അമേരിക്കയാണ്. മാത്രമല്ല അവസാന നിമിഷം ഇമ്രാൻഖാൻ ഉക്രൈൻ യുദ്ധം ജസ്റ്റ് തുടങ്ങിയ സമയത്ത് ആ ആഴ്ച ഇമ്രാൻഖാൻ ചോസ് ടു വിസിറ്റ് റഷ്യ. ഓർക്കണം, മോസ്കോയിൽ പോയി പുട്ടിനെ കാണാൻ ഇമ്രാൻഖാൻ താല്പര്യപ്പെട്ടു. അത് വേണേൽ ഒഴിവാക്കാൻ മതി, ഇപ്പോൾ യുദ്ധമാണ്, ഞാൻ പോകുന്നില്ല എന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാനിൽ ഇമ്രാൻഖാൻ ഉറച്ചു നിന്നു. ഇതെല്ലാം അമേരിക്കയ്ക്ക് വൻ അലോസരമാണ്. അതുകൊണ്ട് അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും ഇമ്രാൻ്റെ ശരിക്കുള്ള പിന്തുണ, ഇമ്രാൻ അകത്തായിരുന്നു, തിരഞ്ഞെടുപ്പ് നടന്നു, ഇമ്രാൻ്റെ പാർട്ടിക്ക് അംഗീകാരം പോലും ഇല്ലായെങ്കിലും വൻപൻ ജനപിന്തുണയാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഭരണത്തിലെത്തിയത് എങ്ങനെയാണ്? ഇമ്രാൻ്റെ പാർട്ടി സ്വതന്ത്രന്മാരെ നിർത്തിയാണ് ജയിപ്പിച്ചത്. സ്വതന്ത്രന്മാർക്ക് ഈ നോമിനേറ്റഡ് പൊസിഷനിൽ വരാനാവില്ല. അതുകൊണ്ട് അംഗീകൃത പാർട്ടികൾ ഒരു കോട്ട എടുത്തുകൊണ്ട് PML-ഉം അതുപോലെ PPP-യും അവരുടെ ജയിച്ച ആളുകളുടെ ഒരു നിശ്ചിത ശതമാനം ആളുകളെ കൂടെ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെയാണ് പാർലമെൻറ്റിൻ്റെ അംഗസംഖ്യ തികച്ചതും. ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക്, അതായത് സ്വതന്ത്രന്മാരടങ്ങുന്ന ആ ഒരു യൂണിറ്റിന് കേവലം 95-ലോ 96-ലോ എത്തി നിൽക്കുന്നു ഇപ്പോൾ. അങ്ങനെ കുക്ക്ഡ് അപ്പ് മെജോറിറ്റി നേടിയെടുത്ത ഒരു സംവിധാനമാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ലെജിസ്ലേറ്റീവ് സംവിധാനം. അതിൽ നിന്നുണ്ടാകുന്ന ഭരണകൂടം എത്രത്തോളം നീതി പുലർത്തും? ആത്യന്തികമായി സൈന്യം നിയന്ത്രിക്കുന്നു. സൈന്യത്തിന് കൂറെ ഗവൺമെൻറ്റിനോടല്ല, മറിച്ച് അമേരിക്കയോടാണ്. അതുകൊണ്ടാണ് അസിം മുനീറിനെ പിന്നണിയിൽ നിന്നും മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഫീൽഡ് മാർഷൽ പദവി ചാർത്തി കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങ് എടുത്തു. അടുത്ത ഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റായി ഒരുപക്ഷെ അസിം മുനീർ ഉയർത്തപ്പെടുകയും ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ഒരു പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് പാകിസ്ഥാൻ മാറുകയും അയൂബ് ഖാനും ജനറൽ സിയാവുൾ ഹക്കിനും ശേഷം ജനറൽ അസിം മുനീർ, ഫീൽഡ് മാർഷൽ അസിം മുനീർ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് വരികയും അങ്ങനെ അമേരിക്കയെ കൃത്യമായി അമേരിക്കയ്ക്ക് താവളം അവിടെ ഒരുക്കുന്ന രീതിയിൽ ജനമനസ്സുകളെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ തക്ക രീതിയിൽ വിശാലമായ പദ്ധതി പാകിസ്ഥാനിൽ അരങ്ങേറുന്നു. അതിന് അമേരിക്കയുടെ അനുഗ്രാഹ്യതകളുണ്ട്. അത് തകരണമെങ്കിൽ ഇന്ത്യ മാറി ചിന്തിക്കണം. ഇന്ത്യ പൂർണ്ണമായി അമേരിക്കയുടെ ഒരു സ്കീം ഓഫ് തിങ്സിൽ നിൽക്കുന്നു എന്ന് തോന്നിയാൽ ഒരുപക്ഷെ ഇതിന് മാറ്റമുണ്ടാകാം. അല്ല എങ്കിൽ ഇങ്ങനെ പോകാനാണ് സാധ്യത. ഞാൻ ചോദിച്ചോട്ടെ സാറേ, അപ്പോൾ ഈ ഇമ്രാൻഖാൻ നമുക്കറിയാം വളരെ ശക്തമായ റാലികളാണ് അന്ന് ഇമ്രാൻഖാൻ അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി നടന്നത്.
പാകിസ്ഥാനിൽ വളരെ അപൂർവമായി നടക്കുന്ന സൈന്യത്തിനെതിരെയുള്ള പ്രകടനങ്ങൾ പോലും ഉണ്ടായി. അത് പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വത്തെ മാത്രമല്ല, അങ്ങ് പറഞ്ഞതുപോലെ അമേരിക്കയും ഞെട്ടിച്ചു. സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി, ജനങ്ങൾ സൈനിക കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി നിരങ്ങി. അതെ, ഇതം പ്രഥമമായിട്ടാണ് ഇമ്രാൻഖാൻ അറസ്റ്റിലായപ്പോൾ ജനകീയ പ്രക്ഷോഭം സൈന്യത്തിനെതിരെ തിരിഞ്ഞത്. അപ്പം ജനമനസ്സുകൾ ഇമ്രാൻഖാന് സ്ഥാനമുണ്ട്, സൈന്യത്തിന് വീരപരിവേഷമൊന്നും ഇല്ല എന്ന് ഓർക്കണം. ഉണ്ട് എന്ന് പറയുന്നത് ഒരു 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 ഇമേജ് അങ്ങോട്ട് കൊടുക്കുകയാണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ താല്പര്യം പാകിസ്ഥാനിൽ നടപ്പിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ഇമ്രാൻ ഇതുപോലെ ശക്തനായിക്കൊണ്ടിരുന്നാൽ സൈന്യത്തെ വകവയ്ക്കാത്ത ഒരു ഭരണാധികാരിയായി ഇമ്രാൻ മാറുകയും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയും ചെയ്താൽ, കാരണം ജനങ്ങൾ ഇത്രയേറെ പിന്തുണയ്ക്കുന്നു. ജനങ്ങൾക്ക് പൊതുവിൽ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, അവിടെയുള്ള പാകിസ്ഥാനികളുമായി സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ അമർഷമാണ് സൈന്യത്തോട്. കാരണം അവർക്ക് വല്ലാത്ത പ്രിവിലേജസ് ഉണ്ട് സൈനികർക്കൊക്കെ തന്നെ, സൈനിക ഓഫീസേഴ്സിനൊക്കെ തന്നെ. പ്രത്യേക ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ബജറ്റിൻ്റെ നല്ലൊരു ഭാഗം ഫണ്ട് നീക്കി വെക്കപ്പെടുന്നത് അങ്ങോട്ടേക്കാണല്ലോ. സൈന്യം ബിസിനസ് വെഞ്ചേഴ്സ് നടത്തുകയും ചെയ്യുന്നു, ലാഭം എടുക്കുന്നു. രണ്ട് നീതിയാണ്, സൈന്യത്തിന് ഒരു നീതിയും സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ഫാമിലിക്ക് ഒരു നീതിയും സാധാരണ ജനങ്ങൾക്ക് മറ്റൊരു നീതിയുമാണ് പാകിസ്ഥാനിൽ. അതെ, അത് അവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ അവർ പണ്ട് ഈ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന അമർഷമായിരുന്നു, ഇപ്പോൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങ് പറഞ്ഞതുപോലെ അത് പാകിസ്ഥാനിൽ ഒരു വലിയ മാറ്റം, ചരിത്രത്തിൽ സംഭവിക്കാത്ത തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക്, ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിലേക്ക് ജനങ്ങൾ പോകുന്നു, ജനങ്ങളെ ഇമ്രാൻഖാൻ കൊണ്ടുപോകുന്നു എന്ന ഒരു പ്രതീതി അമേരിക്കയ്ക്ക് തോന്നിയിട്ടുണ്ടാകണം. അത് തന്നെ ആയിരിക്കും. അത് തന്നെയാണ് ചേഞ്ച് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. തുടക്കം പഷ്തൂണിസ്ഥാനിലാണ്, അങ്ങനെ സ്ഥലമില്ല, ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുന്ന പാക് റീജൻ, അതായത് അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ്റെ പ്രദേശങ്ങൾ. അവിടെ പത്താന്മാർക്കാണ് ഭൂരിപക്ഷം. ഇമ്രാൻഖാൻ ഒരു പത്താൻ കൂടിയാണ്. അപ്പം ആ പത്താന്മാരുടെ മനസ്സിൽ PMLനും PPPക്കും ഒരു സ്ഥാനവുമില്ല. അവിടെ ഒറ്റ പാർട്ടി കാട്ടയ്ക്ക് നിൽക്കുന്നത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ്. അതൊന്ന്. പിന്നെ പാക് താലിബാൻ അതീവ ശക്തമാണിപ്പോൾ. ആദ്യം അഫ്ഗാൻ താലിബാനുമായിട്ട് ചേർന്ന് നിന്ന പാകിസ്ഥാൻ്റെ സൈന്യം തന്നെ വളർത്തിയെടുത്ത പാകിസ്ഥാൻ താലിബാൻ, തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ, ആ താലിബാൻ ഇന്ന് സൈന്യത്തിനെതിരെയും ഭരണകൂടത്തിൻ്റെ ഘടനകൾക്കെതിരെയും ഉഗ്രമായ പോരാട്ടത്തിലാണ്. അതിന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു. അഫ്ഗാനിസ്ഥാനെ ഇതിലൊക്കെ പ്രേരിപ്പിക്കുന്നത് ഭാരതമാണെന്നാണ് ഇപ്പോഴത്തെ കരക്കമ്പി സംസാരം. അതിനൊട്ടൊക്കെ സത്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള കാരണം അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി മുത്താഖി കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശിച്ചു. ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാൻ്റെ വ്യവസായ മന്ത്രി, വാണിജ്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചു. പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണ്, ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഹൈന്ദവർക്കും സിഖുകാർക്കും അഫ്ഗാനിസ്ഥാൻ വരികയും ഭൂമി വാങ്ങുകയും കച്ചവടം നടത്തുകയും ചെയ്യാം. യു വെൽക്കം, യു വിൽ ബി അക്കോമഡേറ്റഡ് ഹിയർ ഓണറബിളി എന്ന് പറഞ്ഞാൽ ദേ വോണ്ട് ടെക്നോളജി, ദേ വോണ്ട് ഫിനാൻഷ്യൽ ഇൻപുട്സ്, ദേ വോണ്ട് മെറ്റീരിയൽ ബെനിഫിറ്റ്സ്. ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് കടന്നു വരുന്ന സമ്പത്താവതുള്ളവർ അഫ്ഗാനിസ്ഥാനിൽ വന്ന് എന്ത് ഇക്കണോമിക് കമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്കും സ്വാഗതം എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ വരണമെന്നല്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇങ്ങ് വരിക എന്നല്ല, മുസ്ലിങ്ങളല്ലാത്തവർ വരണമെന്ന് പറയുമ്പോൾ, അതൊരു ഉത്തരവാദപ്പെട്ട മന്ത്രി പറയുമ്പോൾ എത്രത്തോളം ഇന്ത്യയുടെ മനസ്സിനെ ഒരു ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ വന്ന ഒരു നവ സൗഹൃദം, അത് പാകിസ്ഥാനിൽ ആക്രമണങ്ങളായി മാറുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാനിൽ ഉള്ള ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന പല നോട്ടപ്പുള്ളികളെയും വകവരുത്തിയത് പാക് താലിബാൻ്റെ സഹായത്തോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന സഹകരണമാണ് എന്നതാണ് ആരോപണം. ഇത് ഭാഗികമായി ശരിവെക്കാമെങ്കിൽ പോലും പൂർണ്ണമായി അത് ശരിയല്ല. പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള വലിയൊരു വിരോധം സാധാരണ ജനങ്ങൾക്കുണ്ട്. ആ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യക്കെതിരെ തിരിയുന്നത് ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം അടിയുറച്ച് എത്ര കാലം നിൽക്കാനാവും? ഒരു രാജ്യത്തിന് ഒരു പോസിറ്റീവ് അജണ്ടയുണ്ട്, നെഗറ്റീവ് അജണ്ടയുണ്ട്. പോസിറ്റീവ് അജണ്ട വികസന അജണ്ടയാണ്. പാകിസ്ഥാൻ കടക്കെണിയിലായി. അത് ഇമ്രാൻഖാൻ ഭരണത്തിൻ്റെ അവസാനം തന്നെ കടക്കെണിയിൽ തന്നെയായിരുന്നു. ഡോളറിനെതിരെ പാകിസ്ഥാൻ റുപ്പി ഇക്കാലത്തെയും ലോവസ്റ്റ് ലെവലായി. നാണ്യപ്പെരുപ്പം വല്ലാതെ കൂടി. ഒരു IMFൻ്റെ ഒരു ബെയിലൗട്ട് പാക്കേജാണ്. അതിന് അമേരിക്ക ഉൾപ്പെടെ പച്ചക്കൊടി കാട്ടിയത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് പോകാൻ തന്നെ കഴിയുന്നത്. നടുപൊടിയുന്ന സാമ്പത്തിക പരാധീനതകളാണ്. ഇന്ത്യയെ പോലെയല്ല. അവിടെ ഇത്രയധികം സാഹസത്തിന് പാകിസ്ഥാൻ മുതിരുന്നുവെങ്കിൽ അവിടെ പാകിസ്ഥാൻ ഭരണകൂടം എന്നല്ല, സൈന്യം ഒരു സാധ്യത കാണുന്നു. റിസോഴ്സസ് വിറ്റുകൊണ്ടാണെങ്കിലും ശരി, അമേരിക്കയ്ക്ക് അഭിമാനം അടിയറ വെച്ചുകൊണ്ട്
തങ്ങളുടെ മിനറൽസ് ആൻഡ് മെറ്റൽസ് ആൻഡ് പ്രഷ്യസ് റിസോഴ്സസ് വിറ്റുകൊണ്ട് ഒരു പുതിയ തുറമുഖം തന്നെ പസ്നി എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കക്കാർക്ക് മാത്രം അടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ചബഹാറിനും അതുപോലെ ഗദ്ദാറിനും ഇടയിലുള്ള അത് ഗദ്ദാർ ചൈനീസ് സഹായത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിയ തുറമുഖമാണ്. അതുപോലെ ഇറാനിൽ ഇന്ത്യൻ സഹായത്തിൽ ഉണ്ടാക്കിയ ചബഹാർ തുറമുഖം, അതിന് മധ്യേ പസ്നി തുറമുഖം, അതിലൂടെ വൻതോതിൽ അമേരിക്കൻ സൈന്യത്തിന് കടന്നു വരാം, അമേരിക്കൻ കച്ചവടം അതിലൂടെ വരും. അങ്ങനെ ചൈനയോട് പോലും മുട്ടം വിട്ട് നിൽക്കാൻ തക്ക രീതിയിൽ ചൈനയോട് സൗഹൃദമുണ്ടില്ല എന്നല്ല, ചൈനീസ് ആയുധങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുകയും അമേരിക്കൻ ആയുധങ്ങൾ കൂട്ടുകയും ചെയ്യുക, ഇതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പദ്ധതികളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിന് ഒരു സിവിലിയൻ ഭരണകൂടം, ജനകീയ ഭരണകൂടം, പോപ്പുലർ ഭരണകൂടം, പ്രത്യേകിച്ച് ഇമ്രാൻഖാനെ പോലെ ഒരാൾ തീർച്ചയായും ഒരു വലിയ വിപത്താകും, ത്രട്ടാകും, വെല്ലുവിളിയാകും. അതുകൊണ്ട് സൈന്യം കുറച്ചുകൂടി ഡയറക്റ്റ്ലി രംഗത്ത് വരണം. ഇങ്ങനെ ഉരുത്തിരിയുന്ന ന്യൂയോർക്കിലും വാഷിങ്ടണിലും ഉരുത്തിരിയുന്ന വിശാലമായൊരു പദ്ധതിയുടെ നടത്തിപ്പാട് പാകിസ്ഥാൻ കാണുന്നത്. അതുകൊണ്ടാണ് ജനം ഇമ്രാൻഖാനെ ഏതാനും ദിവസം കണ്ടില്ല എന്നതുകൊണ്ട് ജനം വല്ലാതെ സംശയിച്ചത്. ഒരുപക്ഷെ ഇമ്രാൻഖാന് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടാവാം. അതെന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല? എന്തുകൊണ്ട് കോടതി വിധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ നിഗൂഢതയിൽ ഇങ്ങനെ ഇമ്രാൻഖാനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിന്? ഇതാണ് ചോദ്യം. ഓക്കെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ സ്കീം ഓഫ് തിങ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ ആയിരിക്കണം ഇപ്പോൾ ഇമ്രാൻഖാനെതിരെ. എന്തായാലും ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു ഇമ്രാൻഖാൻ ആരോഗ്യവാനാണ്, സുരക്ഷിതനാണ്, ഒരു കുഴപ്പമില്ല. ഇമ്രാൻഖാനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇമ്രാൻഖാനെ കണ്ടിട്ടില്ല. ഒരു സഹോദരി കയറ്റി കാട്ടുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജയിൽ അധികൃതരാണ്, ഗവൺമെന്റിൽ നിന്നും സ്ഥിരീകരണമില്ല. പക്ഷേ ജയിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും വൈകി കിട്ടുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ എന്ത് പ്രതീക്ഷിക്കാം പാകിസ്ഥാനിൽ എന്ന് ചോദിക്കുന്നത് എത്രത്തോളം ഇതായിരിക്കും. കാരണം പാകിസ്ഥാനാണ് രാജ്യം, അവിടെ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് എന്ന് തോന്നുന്നു. ഈ 27ാം ഭേദഗതി എന്നത് കേവലം യാദൃച്ഛികമല്ല. ഭേദഗതിയിലൂടെ സംഭവിച്ചത് റാഡിക്കൽ ചേഞ്ച് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് പാകിസ്ഥാൻ. അത് മാറ്റണമെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാകണം. എന്താണ് ഇപ്പോഴത്തെ കാരണം? സൈന്യത്തിനെ കൊണ്ടുവരിക, അസിം മുനീറിനെ പ്രസിഡന്റ് പദവിയിലേക്കുള്ള ആ ഒരു പാത സുഗമമാക്കുക എന്നതല്ലാതെ മറ്റെന്ത് കാരണമാണ് ഇതിനകത്ത് പറയുക? എന്തുകൊണ്ട് പ്രസിഡന്റ് ഓഫ് പാകിസ്ഥാൻ സൈനിക മേധാവി എന്ന പദവി എന്തിനെടുത്ത് കളയും? സൈനിക മേധാവി എന്നല്ല, സൈന്യത്തിലെ സർവ്വസൈന്യാധിപൻ ഇന്ത്യൻ രാഷ്ട്രപതിക്കുള്ളതിന് സമാനമായ ആ പദവി എടുത്തു കളഞ്ഞാൽ പിന്നീട് ആസിഫ് അലി സർദാറിയുടെ റോൾ എന്താണ്? ശരിയാണ്, ഒരു വെറും ഗുബർണറ്റോറിയൽ പൊസിഷൻ, ഗ്ലിറ്ററിങ് ഗ്ലോറിഫൈഡ് റബ്ബർ സ്റ്റാമ്പ്, അതിൽ കൂടുതൽ എന്താണ് പദവി? അപ്പം അതൊക്കെ ഘടനാപരമായ മാറ്റങ്ങൾ. ഏതാനും പ്രക്ഷോഭങ്ങൾ, അത് സമ്മർദ്ദത്തിൽ അടിച്ചമർത്തി, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ആ ഘടനകളെ തന്നെ മാറ്റിമറിക്കുന്ന സമൂലമായ കാര്യം. അങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു പോർമുഖം ഇന്ത്യ ഏത് നിമിഷവും ഓപ്പറേഷൻ സിന്ധൂർ തുടരും. അതുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ആക്രമണം, ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് കോളർ ടെറർ എന്ന രൂപത്തിൽ നടത്തിയ ആക്രമണം, അതിൻ്റെ പിന്നിലും പാകിസ്ഥാൻ ബുദ്ധിയാണ്, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ബുദ്ധിയാണ്. ഹിസ്ബുൾ മുജാഹിദീനും ഹർക്കത്തുൽ മുജാഹിദീനും ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും അസ്തമിച്ചിട്ടില്ല എന്ന് നിരന്തരം ഇന്ത്യ ബോധ്യപ്പെടുത്തേണ്ടത് ആർമിയുടെ ആവശ്യമാണ്, പാക് ആർമിയുടെ ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ തുടർന്നാൽ പാകിസ്ഥാൻ സജ്ജമായിരിക്കണം എന്ന ചിന്തയുമുണ്ട്. അതുകൊണ്ട് വാർ ഫുട്ടിങ്ങിൽ പാകിസ്ഥാനെ പെർമനൻ്റായി നിലനിർത്തുക വഴി പാകിസ്ഥാൻ ജനതയ്ക്ക് സൈന്യത്തോടുള്ള വിരോധം കുറച്ചു കൊണ്ടുവരിക, ഭരണകൂടത്തെ നിലനിർത്തുക. അല്ല എങ്കിൽ ജനം തെരുവിലിറങ്ങി അരാജകത്വമായിരിക്കും. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമൊക്കെ നടന്നതുപോലെ അരാജകത്വം പാകിസ്ഥാനിൽ ഉണ്ടാകും എന്ന ഒരു മുൻവിധിയാണ് ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെ ചില നീക്കങ്ങളിലേക്ക് ഞാൻ ആ ചോദ്യത്തിലേക്കാണ് വന്നത്. ശ്രീലങ്ക പാകിസ്ഥാനിൽ ആവർത്തിക്കുമെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അതിനുള്ള അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ, അതിനുമുമ്പ് അങ്ങ് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ അവിടെയും ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിലക്കയറ്റവും ഭയങ്കരമാണ് എന്നാണ് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അസംതൃപ്തരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനം അവിടെയുണ്ട്. രാജ്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ സാഹചര്യത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ശ്രീലങ്ക ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന്. ശ്രീലങ്ക ഭാഗികമായി ആവർത്തിച്ചതാണ്. ജനം തെരുവിലിറങ്ങുകയും പ്രക്ഷോഭം നടത്തുകയും ഒക്കെ ചെയ്തതാണ് ഇല്ലായ്മകൾക്ക് എതിരെ.
പക്ഷേ അത് ഒരിക്കൽ കൂടി ഇപ്പോഴും ഇല്ലായ്മകളുടെ കണക്കുകൾ മാത്രമാണ് പാകിസ്ഥാന് പറയാനുള്ളത്. പക്ഷേ പാകിസ്ഥാൻ ഇസ് പുട്ടിംഗ് അപ്പ് എ ബ്രേവ് ഫെയിൽ എന്ന് മാത്രമാണ്, കടക്കണിയിൽ തന്നെയാണ്. ഇപ്പം ചൈനയുടെ ഡെറ്റ് പൂർണ്ണമായി റീഫർണിഷ് ചെയ്തിട്ടില്ല. IMF നിന്നുള്ള വായ്പയുടെ കടഭാരത്തിൽ മുങ്ങി നിൽക്കുകയാണ്. എക്സ്റ്റേണൽ ഡെറ്റ് ഭീകരമാണ്, ഇൻറ്റേർണൽ ഡെറ്റും വളരെ ഭീകരമാണ്. അതുകൊണ്ട് ഒരു രീതിയിൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ്, എല്ലാ അർത്ഥത്തിലും ഫെയിൽഡ് സ്റ്റേറ്റാണ്, പരാജിത രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ വിരോധത്തിൽ പറയുന്നൊരു കാര്യമല്ല, ഒബ്ജക്റ്റീവ്ലി ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ്. അവിടെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ജനകീയ ഒരു വ്യവസ്ഥ, ജനകീയ പ്രക്ഷോഭത്തിൽ നിന്നും ഈ ഒരു ജനനായകൻ ഉണ്ടായി വരികയും സൈന്യത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും, കാരണം റിസോഴ്സസിൻ്റെ നല്ല ഭാഗവും GDP-യുടെ 6-7% പോകുന്ന സൈന്യത്തെ തീറ്റിപ്പോറ്റാനാണ്. അത്രയും മാറ്റിവെക്കാൻ പാകിസ്ഥാൻ ഇല്ല. ബഡ്ജറ്റ്, ഡിഫൻസ് ബഡ്ജറ്റ്, ഇന്ത്യ ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ എത്ര ശതമാനമാണോ സൈന്യത്തിന് നോക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി പാകിസ്ഥാൻ്റെ ഡിഫൻസ് ബഡ്ജറ്റിൽ, പാകിസ്ഥാനുള്ളതിൻ്റെ 3 ഇരട്ടി. അതായത് ഇന്ത്യയുടെ തത്തുല്യമായ നമ്പറല്ല, പക്ഷേ അത്രയും ഇരട്ടി പിന്നെ എക്സ്പോഷറാണ് ഡിഫൻസ് ബഡ്ജറ്റിൽ പാകിസ്ഥാനുള്ളത്. അപ്പോൾ അതിനർത്ഥം അതൊന്നും താങ്ങാനാവില്ല. അവിടെ സമാധാനം ആവശ്യമാണ്, ഇന്ത്യയുമായി സമാധാനം ആവശ്യമാണ്. ആ സമാധാനം എന്ന് പറയുന്നത് വികസനത്തിന്, പാകിസ്ഥാൻ്റെ വികസനത്തിന് ആവശ്യമാണ്. നോക്കൂ, ബംഗ്ലാദേശ് തന്നെ ഇപ്പോൾ നല്ല നിലയിൽ വരികയായിരുന്നു. ഇന്ത്യ സൗഹൃദമായ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ എത്രയോ പുരോഗതിയാണ് കൈവരിച്ചത്. ഇന്ത്യൻ പ്രോഡക്ട്സിനോട് പോലും മത്സരിക്കുന്ന രീതിയിൽ അന്താരാഷ്ട്ര വിപണികളിൽ ചണം, കോട്ടൺ, ടെക്സ്റ്റൈൽസ്, യാൺ, പിന്നെ മറ്റ് ഫിഷ്, പിന്നെ ഇതെല്ലാം തന്നെ കയറ്റുമതി ചെയ്തു. അങ്ങനെ ബംഗ്ലാദേശ് പാകിസ്ഥാനേക്കാളും മെച്ചപ്പെട്ട നിലയിലായി. ദരിദ്രനാരായണന്മാർ രാജ്യമെന്ന ടാഗിൽ നിന്നും മാറി ഏതാണ്ട് നല്ല രീതിയിൽ GDP ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻ സൗത്ത് ഏഷ്യ വാസ് ബംഗ്ലാദേശ്. പോയില്ലേ, ഇപ്പോൾ ഇതാ ആകെ അന്ധ്രാളത്തിലായി. പാകിസ്ഥാനും ഇന്ത്യ വിരോധത്തിൽ മാത്രം നിന്നുകൊണ്ട് ഈ സൈന്യത്തിന് വേണ്ടി ചിലവാക്കുന്ന തുക ദാരിദ്ര്യക്കാരുടെ, സാധാരണക്കാരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നതിന് തുല്യമാണ്. ഇത് മനസ്സിലാക്കുന്നവർ പാകിസ്ഥാനിൽ എല്ലാവരും മണ്ടന്മാരല്ല, അവർ ബുദ്ധിമാന്മാരായ ആളുകളുണ്ട്. അവരിത് മനസ്സിലാക്കുന്നു. അവർ തെരുവിലിറങ്ങിയാൽ പ്രശ്നമാണ്, ഗവൺമെൻറ് അടിച്ചമർത്താൻ പറ്റില്ല. അതുകൊണ്ട് സൈന്യത്തിന് നേരിട്ട് നിയന്ത്രണം ഉണ്ടാകണം എന്ന ഒരു ഗൂഢചിന്ത ജനങ്ങളെ നേരിടാനാണ്. അസീം മുനീർ ഇപ്പോൾ ഉയർത്തപ്പെടുന്നത്, അമേരിക്കയ്ക്ക് അസീം മുനീറിനെ ആവശ്യമുണ്ട്, സൈന്യത്തെയല്ല. അസീം മുനീർ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പിന്നിൽ സൈന്യം നിൽക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ദീർഘകാലത്തേക്ക്, ഒരുപക്ഷെ അദ്ദേഹത്തിന് സൈന്യത്തിൽ നിന്നും സർട്ടൻ ഏജ് കഴിയുമ്പോൾ നിഷ്കാസിതനാകണമല്ലോ, പ്രസിഡന്റ് പദവിയിൽ ആ ഒരു ദൗർബല്യം ഇല്ലല്ലോ. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഏതാനും വർഷങ്ങളിൽ പാകിസ്ഥാനിൽ തേർവാഴ്ച നടത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്ത്യയുമായി ഒന്നാന്തരം വിലപേശൽ, വ്യാപാര കരാർ ഇന്ത്യയുമായി ഒപ്പിടും, സംശയമില്ല. ഒപ്പിടുമ്പോൾ ഈ സമ്മർദ്ദം അവിടെ നിലനിൽക്കും. ഈ സമ്മർദ്ദത്തിന് മധ്യേ ഇന്ത്യയിൽ നിന്നും പരമാവധി കൺസെഷൻസ് കൂടി നേടിയെടുക്കാനുള്ള ഒരു ശ്രമവുമുണ്ട്. അതുകൊണ്ടാണ് അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ അങ്ങനെ തന്നെ നിർത്തും, അതുപോലെ നിലനിർത്തും. ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും ഇന്ത്യക്ക് കത്തെഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ICJയിൽ പോകുന്നു എന്ന് പറയുന്നു, അല്ല ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ പോകുന്നു എന്ന് പറയുന്നു ബംഗ്ലാദേശ്. ഇതെല്ലാം തന്നെ രണ്ട് വശത്ത് നിന്നുകൊണ്ടും ഇന്ത്യയെ ജയിക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോഗ് ഇൻ ദ സ്കീം ഓഫ് തിങ്സ് ആണ് മിസ്റ്റർ അസീം മുനീർ. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഇമ്രാൻഖാനെതിരെ വന്ന ഒരു ചെറിയ, നമ്മൾ ഈ ഒരു വാർത്തയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വ്യാജ വാർത്ത, അല്ലെങ്കിൽ ഒരു സന്ദേശം, അതിൽ നിന്നുകൊണ്ടാണ് ചർച്ചയെങ്കിൽ പോലും ഒരു വിശാലമായ ചിത്രം നോക്കുമ്പോൾ അതിൽ അമേരിക്കയുടെ മുഖം തെളിഞ്ഞു വരും. പെൻറ്റഗൺ അല്ലെങ്കിൽ അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾ അവിടെ കാണും. അതുപോലെ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ സാന്നിധ്യം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കതിനെ വിശകലനം ചെയ്യാനാവില്ല. ഇമ്രാൻഖാൻ മാത്രമല്ല വിഷയം. പക്ഷെ നിലവിൽ ഇമ്രാൻഖാൻ അല്ലാതെ പാക് ജനതയെ ഉദ്ദീപിച്ച് നിർത്താൻ കഴിയുന്ന ഉഗ്രമായൊരു നേതൃത്വം അവിടെ ഇല്ല എന്നതാണ് വാസ്തവം. ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ, കാരണം ഈ വൈറ്റ് കോളർ ആക്രമണത്തെയൊക്കെ നമ്മൾ കണ്ടു, അതൊരു വലിയ റെയ്ഡുകൾക്ക് കാരണമായിട്ടുണ്ട്. ഒട്ടേറെ സ്ഥലത്ത് നിന്ന് നമ്മൾ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു, നിരവധി അറസ്റ്റുകൾ നടന്നു, ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, സ്കീം ഓഫ് തിങ്സ് പാകിസ്ഥാനിൻ്റെ മനസ്സിലുണ്ടാകണം. അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു, അമേരിക്കയുടെ സമ്മർദ്ദം അവർക്കുണ്ട്. അവർ പക്ഷേ ഈ സമ്മർദ്ദത്തെ വഴിതിരിച്ചു വിടാൻ, അല്ലെങ്കിൽ ഈ ശ്രദ്ധയെ വഴിതിരിച്ചു വിടാൻ എന്തെങ്കിലും ഉടനെ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാകേണ്ടതും സംഘർഷഭരിതമായി സാഹചര്യം ഉണ്ടാകേണ്ടതും പാകിസ്ഥാൻ്റെ ഡിഫാക്ടോ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ആഗ്രഹമാണ്. എന്തുകൊണ്ടെന്നാൽ ജനം അവരുടെ യാഥാർത്ഥ്യങ്ങളിൽ, സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളിൽ കണ്ണുടക്കി കഴിഞ്ഞാൽ സൈന്യത്തിനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും തിരിയും. അത് ഒഴിവാക്കണമെങ്കിൽ നിരന്തരമായി ഇന്ത്യയുമായി പ്രശ്നമുണ്ടാകണം.
ജനത്തിൻ്റെ അസംതൃപ്തി മറച്ചു വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം യുദ്ധം തന്നെയാണ്. അതെ. ഈ ഒരു ലോജിക്കാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും അപ്പോൾ അവിടെ ഒക്കുമെങ്കിൽ ഇമ്രാൻഖാനെ തട്ടാൻ സാധിക്കുമെങ്കിൽ തട്ടിക്കളയുമെന്ന് തന്നെയാണ് ചിന്ത. ഇപ്പോൾ അത് അത്ര എളുപ്പമല്ല. കോടതി ഈസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്. ഇപ്പം നാളുകളിൽ അത് വലിയ പ്രശ്നത്തിലേക്കും അരാജകത്വത്തിലേക്ക് പൂർണ്ണമായി പാകിസ്ഥാൻ ഇമ്രാൻഖാൻ ജയിലിൽ വധിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ കൺട്രോളിൽ നിന്ന് പോകും. ജനം തെരുവിലിറങ്ങിയും സൈന്യത്തിന് പോലും നിയന്ത്രിക്കാനാവാത്ത രീതിയിലേക്ക് വിവിധ നഗരങ്ങളിൽ ഒരുപക്ഷെ റാവൽപിണ്ടിയിലെ ജനത്തെ വെടിവെക്കാം. പക്ഷേ പാകിസ്ഥാനാകെ കത്തുകയാണെങ്കിൽ സൈന്യത്തിന് പോലും ഇടപെടാൻ സാധിക്കാത്ത അന്തരീക്ഷം ഉണ്ടാകും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഉള്ള കളികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ ഒരു റിഹേഴ്സലാകാം. ഇമ്രാൻഖാൻ യഥാർത്ഥത്തിൽ വധിക്കപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് ജനകീയ പ്രക്ഷോഭം എന്നത് അസസ് ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഒരു നീക്കമായി കൂടായികയില്ല. ഇതൊരു റിഹേഴ്സലാകാം. ഏതാനും ദിവസത്തേക്ക് ഇമ്രാൻഖാനെ തടഞ്ഞു വെക്കുക, മരിച്ചു എന്ന അഭ്യൂഹം പരത്തുക, സൈന്യം തന്നെ അഭ്യൂഹം പരത്തുക, ജനം എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെ എങ്ങനെ നേരിടാമെന്ന് തന്ത്രം ഒരുക്കുക. ഒരുപാട് തന്ത്രങ്ങളാണ് ഇതിന് പിന്നിൽ. അതുകൊണ്ട് ഈ വ്യാജ വാർത്തയുടെ പിന്നിൽ പോലും തന്ത്രങ്ങൾ ഉണ്ട് എന്ന് കരുതേണ്ടി വരും. തീർച്ചയായിട്ടും. എന്തായാലും പാകിസ്ഥാനിൽ നിന്നും ഇമ്രാൻഖാൻ എന്ത് സംഭവിച്ചു എന്ന അഭ്യൂഹങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ലോകം അത് സംബന്ധിച്ചുള്ള വാർത്തകളുടെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പിന്നിലായി കാണാൻ സാധിക്കുന്ന ഒരു തെളിഞ്ഞ മുഖമുണ്ട് അമേരിക്കയുടേത്. അതെ, അവരുടെ താല്പര്യമാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടപ്പിലാക്കുന്നത് പാക് സൈന്യമാണ്. അതായത് CIA ആണ് പാക് സൈന്യത്തെ കൺട്രോൾ ചെയ്യുന്നത്, അവരുടെ സ്കീം ഓഫ് തിങ്സ് അവിടെ നടപ്പിലാക്കുന്നത്. അതിന് പിന്നിൽ ഒട്ടേറെ ആലോചനകളുണ്ട്, താല്പര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇതൊരു ട്രയൽ റൺ ആയിരിക്കാം. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഇമ്രാൻഖാൻ എന്ന ജനകീയനായ നേതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഏത് തരത്തിലായിരിക്കും ജനങ്ങൾ അതിനോട് പ്രതികരിക്കുക എന്ന് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ വളരെ വയലൻ്റായുള്ള ഒരു പ്രതികരണത്തിലേക്കായിരിക്കും അവിടെ പോവുക. കാരണം അവരുടെ പ്രിയപ്പെട്ട നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടായാൽ അതവർക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. കാരണം അവരുടെ ജീവിതം ഇപ്പോൾ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും അവർക്കുള്ള പ്രതീക്ഷ അത് ജയിലിനുള്ളിലാണ്, അത് ഇമ്രാൻഖാനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഒരു വലിയ മതിലായി നിൽക്കുന്നത് അമേരിക്കയാണ്. എന്തായിരിക്കും ഇതിന് പിന്നിലെ കോംപ്ലക്സ് പൊളിറ്റിക്കൽ തോട്ട്സ്? അത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമോ എന്ന് പോലും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.